ജാനകിയുടെയും അബിയുടെയും വീട് പുത്തൻ പ്രമോ അങ്ങനെ നമ്മുടെ എന്താ പറയാ നിരഞ്ജന ഒരു ആദ്യരാത്രിയിലേക്ക് പ്രവേശിക്കുവാട്ടോ. അപ്പൊ നമ്മുടെ ജാനകി പാലൊക്കെ തിളപ്പിച്ച ഒരു ഗ്ലാസ് പാലൊക്കെ നമ്മുടെ നിരഞ്ജനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിരഞ്ജനയോട് പറയുന്നുണ്ട്, നിനക്കിങ്ങനെ പാലൊക്കെ എടുത്ത് തരാൻ ഒരു ഏട്ടത്തിയെങ്കിലും ഉണ്ട്, എനിക്ക് ഇവിടെ വരുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, അമ്മ ഒരു വിളക്കെടുത്ത് എന്നെ കയറ്റി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ, അത് തന്നെ എനിക്ക് മഹാഭാഗ്യമായിരുന്നു, ഞാനൊരു കുടുംബത്തിൽ പറഞ്ഞവളല്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജാനകി സ്വയം വിധിയെടുത്ത് പോലെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അപ്പൊ നിരഞ്ജന, അയ്യോ അങ്ങനെ ആയിരുന്നോ ഏട്ടത്തി, ഇനി കുഴപ്പമില്ല ഏട്ടത്തി, ഇനി ഏട്ടത്തിലൂടെ ഞാനും എപ്പോഴും ഉണ്ടല്ലോ, ഇനി നമുക്ക് ഭയങ്കര ആഘോഷമായിട്ടൊക്കെ ജീവിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അപർണയാണെങ്കിൽ അവിടെ ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞിരിക്കുക, ഇനി എന്താകും. അപ്പൊ നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ അപർണ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ നിരഞ്ജന പാലും കൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാട്ടോ കാണുന്നത്. അപ്പൊ നമ്മുടെ അപർണ ചോദിക്കുന്നുണ്ട് ഒന്നും അറിയാത്ത പോലെ, അയ്യോ അപ്പൊ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം ഒന്നും കുറിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിരഞ്ജന പറയുന്നുണ്ട്, എന്തോന്ന് ശാന്തി മുഹൂർത്തം, ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം ആദ്യ രാത്രി ഒക്കെ ഇന്ന് തന്നെയാണ്, ഞാൻ എന്നാ ചെല്ലട്ടെ, നാളെ കാണാട്ടോ, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിരഞ്ജന അപർണയോട് ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന ദൃശ്യങ്ങളാട്ടോ. അപ്പൊ അപർണ എന്തൊക്കെയോ ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെയോ നമ്മുടെ അപർണ അവിടെ ഒപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ അജയുടെയും നിരഞ്ജനയുടെയും ആദ്യ രാത്രി മുടക്കാൻ വേണ്ടി നമ്മുടെ അപർണ പല പണികളും ചെയ്യും അല്ലെ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നോക്കി കാണാട്ടോ. അപ്പൊ നമ്മുടെ ജാനകി ആണെങ്കിൽ ഇവരുടെ ആദ്യ രാത്രി നടത്താൻ സകല പണിയും ചെയ്തും കൊടുക്കും. അപ്പൊ എന്തായാലും നമുക്ക് കാണാം ആരായിരിക്കും ഈ ഒരു കാര്യത്തിൽ ജയിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതേപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.